അടുക്കൽ കേസെടുക്കുക പറഞ്ഞപ്പോൾ ഏറ്റവും അടിയന്തരമായി എന്നുള്ളതാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. 10 ദിവസത്തിനുള്ളിൽ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നു. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരാനെടുക്കുന്ന ഒരു കാലപരിധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അടിയന്തര സഹായം എന്ന നിലയ്ക്ക് ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പണം നൽകുക എന്ന് പറയുന്നതിനെ പറ്റി, അതിൻ്റെ ആവശ്യകതയെ പറ്റി അവിടെയുള്ള ലോക്കലായിട്ടുള്ള പൊതുപ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്ക് പുറത്തു പോയി, ഇപ്പോൾ ക്യാമ്പിലെല്ലാം ഉണ്ട് എന്നിരുന്നാൽ പോലും പുറത്തുനിന്നൊരു ചായ കുടിക്കാൻ തോന്നിയാൽ അതിന് 5 രൂപ കയ്യിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള മനുഷ്യർ, അതവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിയന്തര സഹായം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു മനസ്സ് വെക്കേണ്ടതുണ്ട് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സാങ്കേതിക കാര്യങ്ങൾ ഒരു വഴിക്ക് പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ചർച്ചകൾ വേണ്ടതുണ്ട്. വിദഗ്ധരടങ്ങുന്നവർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടങ്ങുന്നവർ, അവിടുത്തെ പൊതുപ്രവർത്തകരടങ്ങുന്നവർ, ഇരകളായിട്ടുള്ളവർ, അവരെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സമിതി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിലേക്കൊക്കെ കടക്കേണ്ട ഒരു സമയമായിട്ടില്ലേ? ഇവിടെ ഈ സംഭവിച്ച ദുരന്തത്തിന്റെ ഒരു തീവ്രതയും അതുണ്ടാക്കിയ ആഘാതവും നന്നായി നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ വിസിറ്റ് ചെയ്തു, ആശുപത്രിയിൽ പോയി ദുരന്തബാധിത മേഖല കണ്ടു, സർവകക്ഷി അവിടുത്തെ ഒഫീഷ്യൽസിന്റെ യോഗം വിളിച്ചു. അതിനുശേഷം നടത്തിയ കേരളത്തെ താങ്ങി നിർത്തുമെന്നുള്ള പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 13 ദിവസമായി സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സേനകൾ, അതുപോലെ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, അതുപോലെ ആ നാട്ടിലെ ജനങ്ങൾ, അതുപോലെ ഇത് അറിഞ്ഞു കേട്ടങ്ങ് വന്ന സന്നദ്ധ പ്രവർത്തനത്തിൽ തയ്യാറായി വന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം രക്ഷാപ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടത്തുന്നു. ആ രക്ഷാപ്രവർത്തനം ജനകീയ സെർച്ചിങ് അടക്കം ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നു. മൂന്നാമത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ 2 കാര്യം, രക്ഷാപ്രവർത്തനം തുടരുന്നു, വീണ്ടും പരിശോധന നടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകളെ കൃത്യമായിട്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു, സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഓരോ കുടുംബത്തിനും, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ഓരോ കുടുംബത്തിനും 10,000 രൂപ അടിയന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജീവനോൽപാദി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് 300 രൂപ വീതം 600 രൂപ ഒരു മാസത്തേക്ക് കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മറ്റെല്ലാവരും ചർച്ചയുടെ ഭാഗമായിട്ടെല്ലാം ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് അത്യാവശ്യത്തിന് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് ആ കുടുംബത്തിന് 10,000 രൂപയും ക്യാമ്പിൽ താമസിച്ച മുഴുവൻ കുടുംബത്തിനും 10,000 രൂപയും 300 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 പേർക്കും കൊടുക്കുക എന്നതാണ് പെട്ടെന്ന് തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരെയും വീടെടുത്ത് മാറ്റുന്നു. ഗവൺമെന്റ് റെസ്റ്റ് ഹൗസുകൾ, അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, പലരും സ്വയം തയ്യാറായി ഞങ്ങളുടെ വീട് വിട്ടുതരാമെന്ന് പറഞ്ഞ സാഹചര്യം, അവരെല്ലാം താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കുന്നു. ഇവിടെ ശരിക്കും ഒരു വീടിന്റെ പുനർനിർമ്മാണം എന്ന രൂപത്തിലല്ല, അവരുടെ ജീവിതത്തിന്റെ പുനർനിർമ്മാണമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജോലി എവിടെയായിരുന്നു, എങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം, ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് സമൂഹമായിട്ട് തന്നെ താമസിക്കേണ്ടി വരുമോ, അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മാത്രം താമസിക്കാൻ കഴിയുമോ, അങ്ങനെ ഓരോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവ ഇൻഡിവിജ്വലായിട്ട് ചർച്ച ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 13 ദിവസമായി അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ചോദിച്ചതുപോലെ വിശദമായിട്ടുള്ള ചർച്ചകൾ, പരിശോധനകൾ, മുൻകരുതലുകൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വേണ്ടിവരും. പ്രത്യേകിച്ച് ആഗോള താപനത്തിന്റെ ഭാഗം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വീണ്ടും ഉരുൾപൊട്ടലിന്റെ സാധ്യത അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ നല്ല ഇടപെടലും സഹായവുമാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക സഹായത്തിനു പുറമെ ഇത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളെ നേരിടാൻ കേന്ദ്രത്തിന് ഏതെല്ലാം തരത്തിൽ ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചും വലിയ തരത്തിൽ മുഖ്യമന്ത്രി കൈമാറിയ കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അനുഭാവപൂർവ്വമായിട്ട് തന്നെയാണ് കേന്ദ്രവും ഇതിന് അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ് കിട്ടും. അതുപോലെ ഒരു ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം മുൻകരുതലാണ് ചെയ്യേണ്ടത്. രാജ്യത്ത് ഇതിന്റെ പഠന ഏജൻസികൾ നിരവധിയുണ്ട്. ആ പഠന ഏജൻസികളുടെ ഒരു സബ് സെന്റർ കേരളത്തിൽ ആരംഭിക്കുകയും 2015 കോട്ടയത്ത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിന് കൂടുതൽ സഹായം തരികയും അടക്കമുള്ള നിരവധി നല്ല നിർദ്ദേശങ്ങളും പിന്തുണയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഴുവൻ ആളുകളെയും, ഇതിന്റെ ദുരന്തബാധിതരായി മാറിയ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്ന പദ്ധതികളുമായിട്ടായിരിക്കും ഗവൺമെന്റ് മുന്നോട്ട് പോകുക. അതിന് ഒരു തരത്തിലും രാഷ്ട്രീയം കാണാതെ, മതപരമായ മറ്റു തരത്തിലുള്ള വേർതിരിവില്ലാതെ, ഐക്യത്തോടെ, കൂട്ടായ്മയോടെ ഇതുവരെ 13 ദിവസമായി നമ്മൾ തുടർന്ന ആ ഐക്യനിര കെട്ടിപ്പടുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട്
എന്നിട്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഗവൺമെന്റ് ആർജിക്കുകയാണ്. നല്ല നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിടാനും മുൻകരുതൽ എടുക്കാനും വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. ശരി.